ഹായ്, സംതൃപ്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തക്കാളി പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സദ്യക്കൊക്കെ സൈഡ് ഡിഷായിട്ട് ഇത് കിട്ടാറുണ്ട്. പക്ഷേ ഞാനിതിവിടെ ഒഴിച്ചു കറിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ചോറിന് പറ്റിയ നല്ലൊരു ഒഴിച്ചു കറിയാണിത്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. കടുകും വേണം. 2 ടേബിൾ സ്പൂൺ കടുക് ആവശ്യമുണ്ട്. പക്ഷേ തേങ്ങ നന്നായി അരിഞ്ഞതിന് ശേഷം കടുക് ചേർത്തിട്ട് അരയ്ക്കാം. കടുക് ഒരുപാട് അരയരുത്, ഒന്ന് ചതഞ്ഞ് കിട്ടാനേ പാടുള്ളൂ. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തക്കാളി കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കറിയാണിത്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.